السلام عليكم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر معلي سوى مدحي وحبي من ذخر فهما الأخيرة لي ونعم المدخر بهما رجائي أن عيني قد تقر إذ ما يقابل كل ساع بالأجر. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدير. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അല്ലാഹു മർഖദഹു തങ്ങളുടെ നാമധേയത്തിൽ അവിടുത്തെ കാൽക്കൽ സ്ഥാപിക്കപ്പെട്ട ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇൽമിന്റെ മജ്‌ലിസുകൾ പലപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ദിക്റിന്റെയും ദുആയുടെയും സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. കൂട്ടത്തിൽ ഒരു മജ്‌ലിസായി ഇന്നും നാളെ ഇതിനേക്കാൾ വിപുലമായി ഉസ്താദുമാരും സാദാത്തുക്കളുമൊക്കെ പങ്കെടുക്കുന്ന സദസ്സും സംഘടിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസുകളെല്ലാം അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിനു വേണ്ടിയുള്ള മജ്‌ലിസുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ദീനിന് ഉപകരിക്കുന്നതായി
ഉയരുകയും അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ദീനിനെ ഉപകരിക്കുന്നതായി അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. ആത്മസംസ്കരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കണമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ആത്മീയമായി സംസ്കരണമുള്ളവരായിരുന്നു ആ വിഷയം സംസാരിക്കാൻ അർഹതയുള്ളവർ. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം സംസാരിക്കാനുള്ള യോഗ്യതയില്ല. ആത്മസംസ്കരണമുള്ള സജ്ജനങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സംസ്കരണമുള്ളവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതിയ സൂറത്തിൽ വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. ഇങ്ങനെ ഒരഞ്ച് 8 സത്യം അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യന്റെ നഫ്സിനെ, മനുഷ്യന്റെ ആത്മാവിനെ, മനുഷ്യന്റെ ഹൃദയത്തെ, മനുഷ്യന്റെ റൂഹിനെ, മനുഷ്യനെ സംസ്കരിച്ചെടുത്ത വ്യക്തി നിശ്ചയം വിജയം കൈവരിച്ചുപോയി. അതിനെ മോശമാക്കിയവൻ, ചീത്തയാക്കിയവൻ പരാജയപ്പെട്ടുപോയി. വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സംസ്കരണം നേടിയിട്ടുള്ള ആളുകൾക്കാണ്. ഒടുവിന്റെ ശേഷം ഒരു ദുആ പ്രത്യേകം സുന്നത്തുണ്ട്. മേൽപോട്ട് കണ്ണും കയ്യും ഉയർത്തി ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. നമ്മളിൽ ഏകദേശം ആളുകൾക്കും ആ ദുആ അറിയാം. പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി, അതുപോലെ ഉസ്താദിന്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി, അത് മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ചൊല്ലാൻ വേണ്ടി ഒരു പഠിക്കൽ നമ്മൾ വളരെ കുറവാണ്. ദിക്ർ അധികവും പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി പഠിക്കലാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത ഒരുപാട് ദിക്റുകൾ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ദിക്റൊക്കെ ചൊല്ലാനും ദുആ നടത്താനും നമ്മൾക്കൊക്കെ വലിയ മടിയാണ്. പിന്നെയും ദിക്ർ പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലാണ്. പഠിച്ചുകൊണ്ടും ചെല്ലാതെ മദ്രസ മുതലേ പഠിച്ച ഒരുപാട് ദിക്റുകൾ ഉണ്ടായിട്ട് അതൊന്നും ചെല്ലാതെ ആരെങ്കിലും ദിക്ർ പറഞ്ഞു തരാനുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. നമ്മളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. വളരെ പ്രധാനപ്പെട്ട ദിക്ർ ദുആ, اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. اللهم اجعلني من التوابين واجعلني من المتطهرين. അല്ലാഹുവേ, നീ ധാരാളമായി ഖേദിച്ച് മനസ്സുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി തരണം. വജഅൽനി മിനൽ മുതഫഹിരീൻ, സംസ്കരണമുള്ള ശുദ്ധീകരണമുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തി തരണം. എല്ലാ വുളുവിന്റെ ശേഷവും പ്രത്യേകം ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് സുന്നത്തുള്ള ഒരു ദുആ, വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ.
ഈ ദുആ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒന്ന്, ആര് സംസ്കരണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആര് വിജയം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവന് സംസ്കരണം വേണമെന്ന് നേരത്തെ നാം പറഞ്ഞു. അത് അഫ്ലഹ മൻ സക്കാഹ, ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. ശുദ്ധീകരണം വേണമെങ്കിൽ അതിന് മുമ്പ് തൗബ വേണം. വത്തൗബു മിഫ്താഹു ലികുല്ലി ത്വാഅതി വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മലാ. ഫത്തൗബു മിഫ്താഹു ലികുല്ലി ത്വാഅതി വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മലാ. സൈനുദ്ദീൻ അൽ-മഅ്ബരി റഹ്മത്തുള്ളാഹി അലൈഹി ആത്മസംസ്കരണത്തിനു വേണ്ടി നിർദ്ദേശം നൽകാൻ രചിച്ച കിതാബുൽ അദ്കിയയിൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തി, എല്ലാ വഴിപാടുകളുടെയും താക്കോലാണ് തൗബ. വഅസാസു കുല്ലിൽ ഖൈരി അജ്മഅ അശ്മല, എല്ലാ ഖൈറും കിട്ടാനുള്ള അടിത്തറയും തൗബയാണ്. അല്ലാഹുവിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുക. അത് നാവുകൊണ്ട് ഞാൻ ഖേദിക്കുന്നു എന്ന് പറയൽ അല്ല, മനസ്സിന്റെ അടിത്തട്ടിൽ ചെയ്തുപോയ തെറ്റുകളിൽ അങ്ങേയറ്റത്തെ ഖേദം ഉണ്ടാവൽ തന്നെയാണ്. തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്. അങ്ങേയറ്റത്തെ ഖേദം, മാനസികമായ വേദന, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിച്ചു പോയതിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയതിലും തെറ്റുകൾ വന്നുപോയതിലും ഉണ്ടാകണം. അങ്ങനെ തൗബക്ക് സന്നദ്ധനാകുന്ന, തൗബ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സംസ്കരണം എന്നത് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ശരി. ഈ കാരണം കൊണ്ട് പൂർവകാലത്ത് ആത്മസംസ്കരണം ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും പണ്ഡിതന്മാരെ സമീപിച്ചാൽ, ഏത് രോഗത്തിലും ഡോക്ടർമാർ ഉണ്ടല്ലോ, ആത്മസംസ്കരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഡോക്ടർമാർ അമ്പിയാക്കളും അവരുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരുമാണ്. അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർ അവർ വിവരം ഉള്ളവരും ബോധം ഉള്ളവരും ആ ബോധത്തോടുകൂടി തന്നെ മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരുമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത്, ഇന്നാ അർസൽനാക ഷാഹിദൻ, അങ്ങയെ നാം ഷാഹിദാക്കി അയച്ചു. ആദ്യമായി അങ്ങയെ ഷാഹിദാക്കി. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സാക്ഷി എന്ന് പറയും. ആരാണ് സാക്ഷിയാവുക? അറിവുള്ള ആള്. അറിവില്ലാത്ത ആളെ സാക്ഷി പറയല്. വിഷയത്തെക്കുറിച്ച് അറിയുന്നവനാണല്ലോ സാക്ഷിയാവുക. ഇല്ലാത്ത ഷാഹിദൻ, അങ്ങയെ ഏറ്റവും അറിവുള്ള, എല്ലാ ബോധവും തെളിഞ്ഞ, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ശുഹൂദ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായ ഹുദൂർ ഹൃദയത്തിൽ ലഭിച്ച, അല്ലാഹുവിൽ തന്നെ ഹൃദയം ലയിച്ച ഷാഹിദായി ഏറ്റവും വലിയ മുസാഹദയുടെ ഏറ്റവും വലിയ സ്ഥാനം അല്ലാഹുവുമായി ഹൃദയം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൽ ലയിച്ചിട്ടുള്ള സ്ഥാനം അങ്ങേക്ക് തന്നിട്ടുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറാ, അങ്ങനെയുള്ള അറിവിൽ ഏറ്റവും ഏകദേശതയും അങ്ങനെ ഉറപ്പായ അറിവ്, ശരിക്ക് നേരെ സാക്ഷിയായിക്കൊണ്ടുള്ള അറിവ്, അല്ലാഹുവിനെ നേരിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള അറിവ്, ആ അറിവ് കിട്ടിയ നബിയെ അങ്ങേ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന, ജനങ്ങളെ അകറ്റിക്കളയാതെ ജനങ്ങളെ അടുപ്പിച്ച് നന്നാക്കുന്ന, തദ്ശീർ നടക്കുന്ന, സന്തോഷ വാർത്ത അറിയിക്കുന്ന വ്യക്തിയായും അല്ലാഹു അയച്ചു. വനദീറൻ, തെറ്റി നടന്നാൽ താക്കീത് ചെയ്യുന്ന വ്യക്തിയായും അയച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുന്നു,
وداعيا إلى الله بإذنه وسراجا منيرا. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായി അയക്കും. ഭൂമി താളത്തില് ഞാൻ ഈമാനടത്തുവാൻ ഏതാമ്പറുതമ്മൂടെ ആള് ഞാനെന്നോവർ വേദം വിളമ്പിപ്പാറവാൻ മടിച്ചാരെ ഏതാമ്പറവർ വായിൽ തൊപ്പിക്കൊടുത്തോവർ. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഡോക്ടറായിരുന്നു. ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഡോക്ടറായിരുന്നു. അവിടുത്തെ ജോലി എന്താണ്? അവിടുത്തെ ജോലി, അവിടുത്തെ വലീഫ, അവിടുത്തെ ജോലി ഭൂമികാലത്തിലാൻ ജീവനടത്തുവാൻ വേദാമ്പൃതമ്മൂടെ ആള് ഞാനെന്നോവർ. വേദം നൽകപ്പെട്ടവർ അഥവാ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി, അതാണ് വേദാംബർ എന്ന് പറഞ്ഞത്. ആ വേദം നൽകപ്പെട്ട ഖുർആൻ നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി പരിശുദ്ധ ഇസ്ലാമിനെ നടപ്പാക്കുക എന്നതാണ് എന്റെ ജോലി. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ടാണ്. വഅദ് പറഞ്ഞ് ജനങ്ങളെ സംസ്കരിക്കുക, ഉപദേശം നൽകി ജനങ്ങളെ നന്നാക്കുക, അതിനുവേണ്ടി കഴിയാതെ മടിച്ചു നിന്നപ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾക്ക് നേരിൽ അല്ലാഹുവിന്റെ റസൂല് ബിരുദം കൊടുത്തിട്ടുണ്ട്. ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഹിദായ ആളുകൾ. അതേ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിങ്കൽ നിന്ന് നേരിൽ തന്നെ ഷാഹിദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ പദവിയിലുള്ളവരാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മുഖേന ഷാഹിദായവരാണ് ബഹുമാനപ്പെട്ട സഹാബികൾ. ആ ഷാഹിദായ സഹാബികൾ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, എന്നിലൂടെ നേരിൽ കണ്ട് ദീൻ പഠിച്ചവരും മനസ്സിലാക്കിയവരും സംസ്കരണം എന്നിലൂടെ കിട്ടിയവരുമായ നിങ്ങൾ അതിന് കഴിയാത്തവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സഹാബത്തിനെ നേരിൽ തന്നെ സംസ്കരണ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പിന്തലമുറയിലായി വന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജനങ്ങളെ സംസ്കരിക്കാനുള്ള പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാതെ ഉപദേശം നൽകാതെ നിൽക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് അതാ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് മുന്നിലെത്തുന്നു. ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആളുകൾ സുന്നികളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുമ്പെങ്ങാനും വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മുന്നിലെത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിയാരെ പറയുന്നത്? വലിയൊരു വിഷയമൊന്നുമല്ല. അത് ശബാബ് വാരികയിലുണ്ട്, മുഹയ്യിദ്ദീൻ മാലയിൽ മാത്രമല്ല. ഇസ്രാ മിഅ്റാജിന്റെ ദിവസം അമ്പിയാക്കളൊക്കെ മസ്ജിദുൽ അഖ്സയിൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്ന് നിസ്കരിച്ചു, നബിമാർ വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു എന്ന് ശബാബ് വാരികയിലും ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇതും അങ്ങനെ നബിമാർ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു എന്ന് ശബാബ് വാരികയിൽ ഉണ്ട്. 1997 അതാ റജബ് മാസത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഇസ്രാ മിഅ്റാജ് എന്ന ലേഖനത്തിൽ അവർ തന്നെ എഴുതിയതായി കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ടത് വിഷയം. അപ്പൊ നബിമാർ ചിലപ്പോ പുറത്തു വരാറൊക്കെയുണ്ട്, അവർ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടികളിൽപ്പെട്ട ശിഷ്യനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് പൊരുത്തം കൊടുക്കാൻ വേണ്ടി വന്നു. എന്റെ പോലെ പ്രസംഗിക്കാത്തത്? എനിക്ക് സാഹിത്യകാരന്മാരായ ആളുകളോട് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു, മടി തോന്നുന്നു. ഞാൻ സാഹിത്യകാരനല്ല. അപ്പോഴാണ് അടുത്തോട്ട് വരൂ മോനെ എന്ന് പറഞ്ഞ് വായിൽ 7 പ്രാവശ്യം തുപ്പിക്കൊടുക്കുന്നു. 7 പ്രാവശ്യം തുപ്പിക്കൊടുത്തതിന് ശേഷം അവിടുന്ന് വാല് പറയാൻ വേണ്ടി പറയുന്നു. വാല് പറയാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ വീണ്ടും വിറക്കുന്നു. അപ്പോൾ കാണുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. എന്താ തുടങ്ങാത്തത്? വിറക്കുന്നു.
വായ തുറക്കാൻ പറയുന്നു, 7 പ്രാവശ്യം വായിൽ തുപ്പിക്കൊടുക്കുന്നു. എന്റെ ഉപ്പാപ്പ 7 പൂർത്തീകരിക്കാത്തത് അതബം റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂല് കൊടുത്തതുപോലെ കൊടുക്കാൻ ഞാനായിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതബിന് വേണ്ടി ഒന്ന് എണ്ണം കുറച്ചതാണ് എന്ന് പറയുന്നു. വാല് തുടങ്ങാൻ പറയുന്നു, അവിടുന്ന് വാല് തുടങ്ങുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾക്കറിയില്ലേ, ഫത്ഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ എഴുതുമ്പോൾ കോഴിക്കോട്ട് ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് മഹീതിമാല എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ മഹീതിമാല ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അതുപോലത്തെ വലിയ വലിയ അലിമീങ്ങളും ഔലിയാക്കളും പരിശോധിച്ചിട്ട് തെറ്റ് കാണുന്നില്ല. ഇപ്പൊ ചില ആളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ തെറ്റുണ്ട് എന്നാണ് പറയുന്നത്. അത് തെറ്റ് സഹോദരന്മാരെ, മാലയിൽ തെറ്റിയതല്ല, ഇതിന് തെറ്റിയതാണ്. മാലയിൽ തെറ്റുണ്ടെങ്കിൽ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയേണ്ടതാണ് കേരള ജനങ്ങളോട്. ഉമർ ഖാദി റഹിമഹുല്ലാഹ് പറയേണ്ടതാണ് കേരള ജനങ്ങളോട്. കേരളത്തിൽ ജീവിച്ച പണ്ഡിതന്മാരാരും അത് പറഞ്ഞിട്ടില്ല. അവരെല്ലാം ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി തങ്ങളുടെ മാല അംഗീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനസ്സ് സംസ്കരിക്കുന്ന വ്യക്തിക്ക് മനസ്സ് കാണേണ്ടതുണ്ട്. അതിനാൽ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. കാരണം അത് കണ്ടെങ്കിലല്ലേ മാലിന്യം നീക്കാൻ കഴിയൂ. എവിടെയാണ് നജസുള്ളത് എന്ന് കണ്ടാലല്ലേ നജസ് വൃത്തിയാക്കാൻ കഴിയൂ. എവിടെയാണ് കച്ചറയുള്ളതെന്ന് കണ്ടാലല്ലേ അത് നീക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് കാണാനുള്ള കഴിവ് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള കഴിവ് അമ്പിയാക്കൾക്കല്ലാതെ ഔലിയാക്കൾക്ക് ഉണ്ടാകാമോ? ഉണ്ടാകാമെന്നതിൽ തർക്കത്തിന് അവകാശം ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾക്ക് കാണാം, അല്ലാഹുവിന്റെ മഹ്ബൂബികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇദാ ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി. ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ കാതും കണ്ണും ഞാനാകുമെന്ന് അല്ലാഹു പറഞ്ഞതായി. ആ അർത്ഥം വരുന്ന, നേരെ അർത്ഥം വെച്ചാൽ ആ അർത്ഥം വരുന്ന വാചകം അല്ലാഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം. എന്താണ് അല്ലാഹു കണ്ണാകും കാതാകും എന്നത് പറഞ്ഞതിന്റെ വ്യാഖ്യാനം, എന്താണ് അതിന്റെ ഉദ്ദേശം? ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ എടുത്തുദ്ധരിച്ചു. പല പണ്ഡിതന്മാരും പറഞ്ഞു യസ്മഉൽ ഖരീബ വൽ ബഈദ് യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. ദൂരെയുള്ളതും അകലെയുള്ളതും, അതേ മറയുടെ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും കാണാനുള്ള കഴിവ് അല്ലാഹു തആല നൽകുമെന്നാണ് അല്ലാഹു ഈ പറഞ്ഞ വാചകത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. സഹോദരന്മാരെ, ചുരുക്കി പറയട്ടെ, അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. ഈ സ്ഥാനം കിട്ടിയിട്ടുള്ള ആളുകൾ അവർ വലിയ ഡോക്ടർമാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. അവരൊക്കെ പഠിപ്പിച്ചു എന്ത്? ഏത് മനുഷ്യരും സംസ്കരണം നേടണമെങ്കിൽ ഒരു ശൈഖ് വേണം. ഏത് മനുഷ്യരും സംസ്കരണം നേടണമെങ്കിൽ ഒരു ശൈഖ് വേണം. മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. ഒരു ശൈഖ് ഇല്ലെങ്കിൽ അവന്റെ ശൈഖ് ഇബ്ലീസ് ആകുന്നു എന്ന് പറഞ്ഞു. ഇത് പല ആളുകളും പറയും, ശൈഖ് ഇല്ലെങ്കിൽ ശൈഖ് ഇബ്ലീസ് ആകുന്നു. പക്ഷേ ഈ പറഞ്ഞ വാചകം കൊണ്ട് ബഹുമാനപ്പെട്ട മശായിഖന്മാർ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പലർക്കും മനസ്സിലായില്ല. അത് മനസ്സിലാകാത്ത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ ഈ വാചകം എടുത്ത് വിശദീകരിക്കുന്നു. പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്,
മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസ് ശൈഖുഹു, ശൈഖ് ഇല്ലാത്തവന്റെ ശൈഖ് ഇബ്ലീസ് ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ശൈഖ് വേണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതുകൊണ്ടുള്ള ഉദ്ദേശം ഏതോ ആളുകളെ പോയി ഞങ്ങൾ ശൈഖന്മാരാണ് എന്ന് പറയുമ്പോ അവരെ പോയി സ്വീകരിച്ച് അവരോട് 2 ദിക്ർ എല്ലാം വേണ്ടി സമ്മതം വാങ്ങി എന്നിട്ട് ഉള്ള നിൽക്കാനും ഇല്ലാതാക്കി ഞാനിപ്പോ ശൈഖിനെ തുറന്നുകൊണ്ട് സ്വർഗത്തിലായി പോയിരുന്നു വിചാരിച്ച് ഇങ്ങനെ നടക്കണം എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. മറിച്ച് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫത്തബിഉ ശുയൂഖൽ ഉലമാഅ അൽ-ആരിഫീന ബിൽ കിതാബി വസ്സുന്നതി അൽ-ആമിലീന ബിഹിമാ. നിങ്ങൾക്ക് ആത്മീയമായ സംസ്കരണം നേടാൻ നിങ്ങൾ പണ്ഡിതന്മാരായ ശൈഖന്മാരെ പിന്തുടരുക. അപ്പൊ ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ. ഏത് ഗുരുനാഥൻ? ആരെയാണ് ഗുരുനാഥനായി പിന്തുടരേണ്ടത്? അൽ ഉലമാഅ ബിൽ കിതാബി വസ്സുന്ന, ഖുർആനും ഹദീസും വ്യക്തമായി അറിയുന്ന ശൈഖന്മാരെ, പണ്ഡിതന്മാരെ നിങ്ങൾ പിന്തുടരുക. അൽ-ആമിലീന ബിഹിമാ, ഖുർആനിലും ഹദീസിലും പറഞ്ഞതനുസരിച്ച് ജീവിതം നയിക്കുന്ന, പൂർണ്ണമായി പടച്ചറപ്പിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരായ ശൈഖന്മാരെ നിങ്ങൾ പിന്തുടരുക. ഇതാണ് ശൈഖിനെ പിന്തുടരണം എന്ന് പറഞ്ഞതിനർത്ഥം. ഒന്നുകൂടി പറയുന്നു ബഹുമാനപ്പെട്ടവർ, അൽ മുഅ്മിനു മൻ ഹാജറ ലിനഫ്സിഹി യസ്ഹബു ശൈഖൻ യുഅല്ലിമുഹു വയുഅദ്ദിബുഹു. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ, ആ മനുഷ്യൻ അവന്റെ ശരീരത്തിന് വേണ്ടി വർജിക്കേണ്ടതെല്ലാം വർജിച്ചുകൊണ്ട് പുറപ്പെട്ടവനാണ്. യസ്ഹബു ശൈഖൻ, അദ്ദേഹം ഒരു ഗുരുനാഥനെ പിന്തുടരും, ഒരു ശൈഖിനെ പിന്തുടരും, ശൈഖിനെ സാവസിച്ചു ജീവിക്കും. യുഅല്ലിമുഹു വയുഅദ്ദിബുഹു, ഈ ഗുരുനാഥൻ, ഈ ശൈഖ് അദ്ദേഹത്തിന് ആവശ്യമായ അറിവുകൾ പറഞ്ഞു കൊടുക്കും, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ശൈഖിനെ പിന്തുടർന്നുകൊണ്ട് മുമ്പിനായ മനുഷ്യൻ ജീവിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതെങ്ങനെയെന്നറിയോ? അത് പറയാം. അതാ ഈ ഹാരിസികരിഹി, ചെറിയ ഒരു കുട്ടിയാണ്, മുഖ്യനായ കുട്ടിയാണെങ്കിൽ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കൊരു ശൈഖ് ഉണ്ടാകും. ആരാണ്? അൽ മുഅല്ലിമു യുഅല്ലിമുഹു കിതാബല്ലാഹി സുബ്ഹാനഹു വതആല, അൽ മുഖ്രിഉ യഹ്ഫിദുഹുൽ ഖുർആൻ. ഒന്നാമത്തെ ശൈഖ്, ഇന്നലെ മദ്രസയിൽ ചേർത്ത കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടി. ആ കുട്ടിന്റെ ശൈഖ് ആരാണ്? 1-ാം ക്ലാസ്സിലെ മുഅല്ലിമു. അവന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമു, അവനാണ് ആ കുട്ടിയുടെ ശൈഖ്. 2-ാം ക്ലാസ്സിലെത്തിയാൽ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമു, അവനാണ് ആ കുട്ടിയുടെ ശൈഖ്. അങ്ങനെ പോയി ഇതാ അവൻ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, മദ്രസയിലെ പ്രാഥമിക പഠനം കഴിഞ്ഞാൽ, അതേ വഫീസാനി ഹാലിഹി, അവൻ മദ്രസ വിട്ടു കഴിഞ്ഞാൽ, അവന്റെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നാൽ, അൽ-ആലിമു യുഅല്ലിമുഹു സുന്നത റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതൻ, ആ പണ്ഡിതനാണ് 2-ാം ഘട്ടത്തിൽ അവന്റെ ശൈഖ്. ഇങ്ങനെ അവൻ എത്രത്തോളം അറിവുള്ളവനായി ഉയരുന്നുണ്ടോ, അവൻ എത്രത്തോളം മഹത്വമുള്ളവനായി ഉയരുന്നുണ്ടോ, അതിനനുസരിച്ച് അവന്റെ ശൈഖിന്റെ ഗ്രേഡും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മീസാൻ ഓതാൻ വേണ്ടി ദർസിൽ പോയി ചേർന്ന കുട്ടി ശൈഖിനെ നോക്കി നടക്കും. മീസാൻ ഓതാൻ വേണ്ടി ദർസിൽ പോയ കുട്ടിയുടെ ശൈഖ് ആ പള്ളിയിലെ മുദരിസ് തന്നെയാണ്. ആ കുട്ടിയുടെ ദിക്റോ ഫാല ഫാല ഫാലൂന്നുള്ളതും അവന്റെ ദിക്ർ അത് തന്നെയാണ്. അവൻ അത് തന്നെയല്ലത്. ഫാല ഫാല ഫാലു, ഫാലത്ത് ഫാലത്താ ഫാല, ഫാലത്ത് ഫാലത്ത് ഫാലത്തും. അത് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ കൂലിക്കുക. ഫാല ചെറുപ്പാക്കിയാൽ, വറബ ചെറുപ്പാക്കിയാൽ, നെഫറ ചെറുപ്പാക്കിയാൽ, അതുകൊണ്ട് അവര് കൂലി കിട്ടിയത്. ഇത് മീസാനോടാകുമ്പോൾ ഉടനെ ശൈഖിനെ നോക്കി അറിഞ്ഞാൽ ഇനിവിടെ മീസാനുണ്ടോ, ദരികാനുണ്ടോ, കസറുണ്ടോ, എൽമുണ്ടോ, മുദിരിസുണ്ടോ, തിരുസുണ്ടോ, എൽമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ?
അവന്റെ ശൈഖ് മുദരിസല്ലേ. അങ്ങനെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയാൽ ശൈഖ് ഉയരേണ്ടി വരും. മുപ്പത് ക്ലാസ്സിലെത്തുമ്പോ ചിലപ്പോൾ മീസാൻ ദിവസത്തെ ഉസ്താദ് മതിയാവില്ല. അപ്പൊ അതിനേക്കാൾ വലിയ ഉസ്താദ് വേണ്ടി വരും. അല്ലാതെ 1ാം ക്ലാസ്സിൽ പോയി ചേർന്ന കുട്ടി തന്നെ എനിക്ക് ഉള്ളാവ് തങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് സുഖമില്ലാന്നല്ലാതെ ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ചാണ് ശൈഖിന്റെ വലിപ്പവും വണ്ണവും വർദ്ധിക്കേണ്ടത്. അപ്പോ അല്ലാഹുവിന്റെ മുത്തഖീങ്ങളും സാലിഹീങ്ങളുമായി ജീവിക്കുന്ന വലിയ വലിയ ആളുകളാകുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള ശൈഖും വേണം. ആളുകളുടെ കയ്യിലനുസരിച്ചാണ് ശൈഖിന്റെ വലിപ്പം കൂടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു വിവരവുമില്ലാത്ത, ഒരിക്കലും മര്യാദയ്ക്ക് നിസ്കരിക്കാത്ത, അതുപോലെ എപ്പോഴും ഹറാമ് ചെയ്യുന്ന, എപ്പോഴും തെറ്റിലേക്ക് വഴുതി പോകുന്ന ആളുകൾ എവിടെയാണ് മുറബിയായ ശൈഖ്, ഞാൻ മുസാഹബിന്റെ മഖാമിലേക്ക് പോവാണ് എന്നും പറഞ്ഞിട്ട് ശൈഖിനെ നോക്കി നടന്നാൽ അവൻ പലപ്പോഴും വിവരമില്ലാതെ ഏതൊക്കെയോ കള്ള ശൈഖന്മാരുടെ കടിയിൽ പോയി വലഞ്ഞ് അവന്റെ ദീന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രംഗത്തെ സംബന്ധിച്ച് അറിയാത്തവർ പെട്ടെന്ന് ആരെങ്കിലും ശൈഖായി സ്വീകരിക്കാൻ വേണ്ടി ശൈഖന്മാരുണ്ട് എന്നും ശൈഖിനെ സ്വീകരിക്കണമെന്നും കേട്ടതിനാൽ ഏതെങ്കിലും ആളുകളെ പോയി ശൈഖായി സ്വീകരിച്ച് അവർ പറയും പോലെ ജീവിച്ച് അവരുടെ ദീൻ നശിപ്പിച്ച് കളയരുതെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളെപ്പോലുള്ള മഹാന്മാർ നടത്തിയ ഉപദേശം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ നടത്തിയ ഉപദേശം സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ ഞാനൊരു സംഭവം കേട്ടു. ഞാനത് കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണല്ലോ. ഒരാള് ഇങ്ങനെ കേട്ടു, ഒരു വലിയ ശൈഖുണ്ടെന്ന് കേട്ടു. അപ്പൊ ഇയാൾക്ക് സാധാരണക്കാരാണ്, വിവരമൊന്നുമില്ല, ഒരു വലിയ മഹാനാണെന്ന് കേട്ടപ്പോ എന്നാ പിന്നെ അയാളെ കാണാൻ വെച്ച് പോയി. ചെന്നപ്പോ അങ്ങ് അടുക്കാൻ തോന്നില്ല, പേടിച്ചിട്ട്. ഇങ്ങനെയുണ്ട് വലിയ ആളുകളാണെന്ന് വിചാരിക്കുമ്പോൾ സാധാരണക്കാർ ചിലർ അടുക്കൂല, ദൂരം ഇങ്ങനെ പോകും പേടിച്ചിട്ട്. ഇയാൾ ദൂരം തന്നെ എന്നിട്ട് ഒന്ന് എത്തിയോക്കും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ ഒന്ന് എത്തിയോക്കും, പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു എത്തിയൊക്കെ ഈ ശൈഖ് എന്ന് പറയപ്പെടുന്ന ആളെന്ത് ചെയ്തു, മൂപ്പർ പുറത്തുള്ള വേറെ ഒരാളോട് അൽ ബസൽ പറഞ്ഞു, മൂപ്പർക്ക് ഉള്ളി കിട്ടണം അതിന് വേണ്ടി പറഞ്ഞ അൽ ബസൽ, ഉള്ളി കൊണ്ടുവരണം, അതിന് അൽ ബസൽ. ഈ ചെന്ന ആള് മനസ്സിലാക്കി എനിക്ക് ദിക്ർ പറഞ്ഞാൽ അതെന്ന് മനസ്സിലാക്കി. മൂപ്പർ അതും കെട്ടിന് പോകുന്നുണ്ട്. മൂപ്പരിങ്ങ് വന്നിട്ട് ചെല്ലാൻ തുടങ്ങി അൽ ബസൽ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ. ശൈഖ് പറഞ്ഞാൽ ദിക്റാൻ പറ്റി ചെല്ലിയതാ മൂപ്പര്, നല്ല നീയത്തോടെ ചെല്ലിയ സാധു മനുഷ്യൻ. കുറെ ദിവസം കഴിയുമ്പോഴേക്ക് ഇയാൾക്ക് സാധാരണ സ്ഥാനവുമാനൊക്കെ പോയി, ഇയാൾക്ക് വലിയ പവർ, ഇയാൾക്ക് കാരണം ഉടനെ ജാപത്ത്, ഇയാൾ തൊട്ടാ രോഗം മാറുന്നു, ഭയങ്കര പവർ. അപ്പോ ഈ ശൈഖ് എന്ന് പറയപ്പെടുന്ന ആളുണ്ടല്ലോ, മൂപ്പര് കേട്ടു ഒരാളുണ്ട് കുറച്ച് വേറെ ജാപത്തുള്ള ഒരാളുണ്ട്, തൊട്ടാ രോഗം മാറുന്ന ഒരാളുണ്ട് കേട്ടപ്പോ ഈ ശൈഖ് ഇയാളെ കാണാൻ വന്നേ. ശൈഖൊക്കെ കയറി വരുന്ന കണ്ടപ്പോ സാധു വരച്ച് അങ്ങനെ തന്നെ വന്ന് ആലിംഗനം ചെയ്ത് പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയി കിടക്കയിൽ കൊണ്ടുപോയി കിടത്തി. ഇയാൾക്ക് മനസ്സിലാവില്ല എന്നെ എന്ത് വകല ബഹുമാനിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് തോന്നി എന്തോ ഒരു സംഗതി ഉണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, എനിക്ക് എല്ലാ ബഹുമാനവും കിട്ടിയത് നിങ്ങളടുത്ത് അൽബസൽ എന്നുള്ള ദിക്ർ കേട്ടിട്ട് അവരെല്ലാം തുടങ്ങിയപ്പോഴാണ്. അപ്പോ ഇയാൾക്ക് തോന്നി ഇതെന്തോ ഒന്ന് പറ്റിയിട്ട് സംഭവം. അയാൾ പറഞ്ഞു ഇനി ആ ദിക്ർ അല്ലണ്ട, ഇനി വേറൊരു ദിക്ർ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഹദീസിൽ വന്നൊരു ദിക്ർ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇതുവരെ വലിയ പറ്റൊന്നും പറഞ്ഞില്ല. ഇനിയും കൂട്ടുന്ന ഈ ദിക്ർ ഇല്ല, അവര് ദിക്ർ പറഞ്ഞു ഇറങ്ങിങ്ങ് വന്ന് അള്ളാഹുവിനോട് പാതിരാ സമയത്ത് ഇരുന്നിങ്ങനെ ദ്വാരത്ത് പഠിച്ചവനെ ഞാൻ എത്രയോ കാലമായി അള്ളാഹുനെ ദിക്ർ ചെയ്യുന്നു. എന്നിട്ടോ ഞാൻ ഇയാളെ പവറൊന്നും എത്തിയില്ല, അയാൾ അൽബസലിന് ലഭിച്ച് വലിയ സ്ഥാനത്ത്. ഇതെന്തൊരു സങ്കടായി, ഇതെന്താ കാരണം? ഈ എന്തിങ്ങനെ ദ്വാ ചെയ്യുമ്പോ അപ്പുറത്ത് ഇങ്ങനെ കേൾക്കുകയാണ് ഒരു ശബ്ദം, അൽബസൽ അൽബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. അദ്ദേഹം ചൊല്ലിയ അൽബസൽ അൽബസൽ എന്ന ദിക്ർ സംഗതി അത് ദിക്റല്ലെങ്കിലും അദ്ദേഹം ഈ ഒരു വ്യക്തി അള്ളാഹ് ബഹുമാനിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ആ ബഹുമാനവും മതവും പാലിച്ച് പറഞ്ഞു വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ അള്ളാഹ് ബഹുമാനിച്ച വ്യക്തി എന്ന നിലക്കുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് അദ്ദേഹം അത് ചൊല്ലിയത്. അതേറ്റത്തെ ഇഖ്ലാസോടെയാണ് അത് ഇലല്ലാഹി വസൽ, അത് അല്ലാഹുവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.
നിങ്ങൾ അള്ളാഹ് കുറെ ദിവസമായി ചൊല്ലുന്നു, പക്ഷേ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. ഓരോ അള്ളാഹു ചൊല്ലുന്ന സമയത്തും എന്റെ ആട്ടം എങ്ങനെയുണ്ട്, എന്റെ കയറ്റി തിരിക്കൽ എങ്ങനെയുണ്ട്, ആളുകൾ എന്റെ ദിക്റിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനത്തെ പല ചിന്തയും കൽബിൽ വന്നിട്ട് നീ ചൊല്ലിയ അല്ലാഹു എന്ന ദിക്റ് പടച്ച റബ്ബിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഓ ജനങ്ങളെ, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയത്തും ഹദിയറുക്കുന്ന സമയത്തും നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ രക്തങ്ങളോ അതിന്റെ മാംസങ്ങളോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. നിങ്ങളെ മനസ്സിലുള്ള തഖ്വയാണ് എത്തുന്നതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അല്ലാഹു അംഗീകരിച്ചതിനെ അംഗീകരിക്കുക, അല്ലാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തുക എന്ന നിലയ്ക്ക് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണെങ്കിൽ, ആ മനസ്സുണ്ടെങ്കിലേ കാര്യം നേടാൻ കഴിയുന്നുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്നല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഖൽബിന്റെ ശുദ്ധീകരണം അത് നിയ്യത്തുകളിൽ നിന്നാകുന്നതിലൂടെ മാത്രമാണ്. ആ നിയ്യത്ത് നന്നാക്കി മനുഷ്യൻ സംസ്കരണത്തിലേക്ക് ഇറങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആവശ്യമുള്ള നിർദ്ദേശം നൽകാൻ വേണ്ടി ഒരു പണ്ഡിതനെ പിന്തുടരണം. ആ പണ്ഡിതൻ ഈ പിന്തുടരുന്ന വ്യക്തിയുടെ ഗ്രേഡ് അനുസരിച്ച് മഹത്വമുള്ള കൂടുതൽ അറിവുള്ള ആളായിരിക്കണം. അതാണ് നിന്നെക്കാൾ അറിവുള്ള മറ്റൊരു വ്യക്തിയെ നീ പിന്തുടരുക. ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് നീ ഒരു വഴിയിലൂടെ യാത്ര പോയാൽ, അഥവാ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയിലൂടെ യാത്ര ചെയ്താൽ, من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. സ്വർഗത്തിലേക്കുള്ള വഴി സുലൂക്കിൽ, അതേ സുലൂക്ക് എന്ന് ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ പറയും. ഔലിയാഇന്റെ വഴിയിലേക്ക്, ഉറപ്പ് കിട്ടാനുള്ള വഴിയിലേക്ക്, ആ വഴിയിലേക്ക് ഒരാൾ കടന്നാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമായി പോയി. ഒരു വഴിയിലൂടെ പോകുമ്പോ ആ വഴി പരിചയമുള്ളവർ വേണ്ടേ? ആ പരിചയമുള്ളവരാണ് പണ്ഡിതന്മാർ. അപ്പൊ വലിയ വലിയ വഴിയിലൂടെ വലിയ വലിയ സ്ഥാനത്തേക്ക് യാത്ര ചെയ്യുമ്പോ വലിയ വലിയ സ്ഥാനങ്ങളിൽ പൂർവ്വകാലത്ത് പോയി തിരിച്ചു വന്ന ആ ഭാഗം പരിചയമുള്ളവർ വേണം. അതാണ് വലിയവർക്ക് വലിയ ശൈഖ് വേണമെന്ന് പറഞ്ഞത്. അതിപ്പോൾ വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല. ഒറ്റവാക്കിൽ പറയുന്നു, വളരെ അറിവ് കുറഞ്ഞ ആളുകൾ മുറബ്ബിയായ ശൈഖ് വേണമെന്ന് പറഞ്ഞ് ആരുടെയൊക്കെയോ പിന്നാലെ കടന്ന് ദീൻ ഫസാദാക്കുന്ന രംഗങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതിൽ കുടുങ്ങിപ്പോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ തന്നെ പറയുന്നു, മോനെ, എല്ലാ ഹൈറുമുള്ളത് ശരീഅത്തിന്റെ നിയമങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്നതിലാണ്. എല്ലാ ശർറുമുള്ളത് ശരീഅത്തിന്റെ നിയമങ്ങൾ മറികടക്കുന്നതിലാണ്. وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا في حاله وفعله ومقاله فتتبعا وتابعا لا تعدلا. ലോകത്തുള്ള എല്ലാ ശൈഖന്മാരെ വഴികളും എല്ലാ ശൈഖന്മാരെ പഠിപ്പിച്ച മാർഗങ്ങളും അത് ഖുർആനിനെ പിന്തുടരൽ തന്നെ, ഹദീസിനെ സ്വീകരിക്കൽ തന്നെ, അതനുസരിച്ച് പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയത്തിൽ മുന്നോട്ട് നീങ്ങൽ തന്നെ. ആളുകളുണ്ട്
മക്ബറെ പോയി ഇങ്ങനെ കുത്തിരിക്കും നിൽക്കൂല. നിസ്കരിക്കാതെ മക്ബറെ പോയിട്ടാൽ ഔലിയാക്കൾക്ക് വലിയ സ്നേഹാണ് നാമോ വലിയ നമുക്ക് വിചാരിക്കുന്നത്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്താപ്പി എന്ന് പറയേണ്ട വിട്ടിന്ന് അതിന്റെ അർത്ഥം. ഇവരില്ലാത്ത ഈ വിട്ടി മനസ്സിലാക്കുന്നത് മക്ബറെ പോയി ഇരുന്നാൽ നിസ്കരിച്ചില്ലെങ്കിൽ സലാമത്തായി പോകുന്ന. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ജൗഹറുൽ മുനവ്വർ എന്ന് പറയുന്ന കിതാബ്, ആ കിതാബ് രചിച്ചത് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന്റെ തെളിവും മഹത്വവും പറയാൻ, അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ അടയാളങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ തെളിവ് പറയാൻ, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നതിന്റെ തെളിവ് പറയാൻ, അതിനുവേണ്ടി തന്നെ രചിച്ച ഗ്രന്ഥമായ അൽ ജൗഹറുൽ മുനവ്വർ. ആ ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന നീ യാത്രക്കിടയിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആദ്യം പഠിച്ചിരിക്കണം. സിയാറത്തിനിറങ്ങുന്ന നീ യാത്ര പോകുന്ന സമയത്ത് ഇതിലെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പഠിച്ചിരിക്കണം. വെള്ളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് തേമം ചെയ്യുക എന്ന് പഠിച്ചിരിക്കണം. പോരാ, കാസുറും ചെന്നുമാക്കുന്ന മസാല പഠിച്ചു വെക്കണം. അങ്ങനെ ആവശ്യമായ യാത്രയിൽ ആവശ്യമായ അറിവുകൾ നേടിയിട്ടല്ലാതെ നീ അല്ലാഹുവിന്റെ റസൂലിന്റെ സിയാറത്തിന് വേണ്ടി ഇറങ്ങണ്ട. ഒരു സിയാറത്തിനും നീ ഇറങ്ങണ്ട. കാരണം ബഹുമാനപ്പെട്ടവർ അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു, നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായ ഇബാദത്താണ്. സിയാറത്ത് സുന്നത്തായ വലിയ ഒരു സൽക്കർമ്മമാണ്. ചില ആളുകളുണ്ട്, ഞാൻ പറഞ്ഞ അതേ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ചില ആളുകളുണ്ട് വിവരമില്ലാത്തവർ, അവര് സിയാറത്തിന് വളരെ ജോറാണ്, മക്ബറയിലെത്താൻ വലിയ ഉഷാറാണ്. പക്ഷേ നിർബന്ധമായ നിസ്കാരം കളാക്കുന്നതിനും വുജൂബായ വിഷയങ്ങൾ കൈവഴിക്കുന്നതിനും അവർക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല. അത് വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന, മോനെ 1,00,000 സുന്നത്തെടുത്താൽ അതുകൊണ്ട് ഒരു നിർബന്ധത്തിന്റെ സ്ഥാനത്തെത്തുകയില്ല, ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തുകയില്ല. അതുകൊണ്ട് നീ ഉറച്ച സിയാറത്തിനും പോയിട്ട് നിന്റെ നിസ്കാരം കളാക്കല്ല. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു സിയാറത്തിന്റെ തെളിവ് പറയാൻ തന്നെ രചിച്ച ഗ്രന്ഥത്തിൽ പടച്ചറപ്പിന്റെ അടുക്കലെത്തുമ്പോ പണ്ഡിതന്മാരോട് സാധാരണക്കാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോ, റബ്ബേ ഞങ്ങളെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് റബ്ബിന്റെ മുമ്പിൽ അവർക്ക് മറുപടി പറയണമെങ്കിൽ വിഷയം തുറന്നു പറയാതെ നിവൃത്തിയില്ലല്ലോ. കൊണ്ടാണ് ഔലിയാഇന്റെ വഴിയിലേക്ക് കടക്കുന്നവർക്ക് ഉപദേശം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, പിന്നെ തൗബത്ത് ഒന്നാമത്തത് തൗബയാണ്, മിന്നൽ ഖനാഅത്ത് രണ്ടാമത്തത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവിടുത്തെ അടുക്കിയെന്ന് പറഞ്ഞു. അപ്പൊ റബ്ബിലേക്ക് നമ്മുടെ കൽബ് അടുക്കാൻ വേണ്ടി ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യണം. ദുനിയാവിൽ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. ദുനിയാവ് വെട്ടിപ്പിടിക്കണമെന്ന ചിന്ത കൽബിൽ നിന്ന് പോകണം. ദുനിയാവ് ഉണ്ടാകുന്നതിന് വിരോധമില്ല. ബഹുമാനപ്പെട്ട ആരിഫീകൾ പറഞ്ഞു, ദുനിയാവിനെ നീ പാമ്പിനെ പോലെ കാണണം. പാമ്പിനെ പോലെ ദുനിയാവിനെ കാണണം തന്നെ. പാമ്പിനെ പെട്ടെന്ന് കൊല്ലാൻ തന്നെ പരിപാടി ചെയ്യാൻ കഴിയും. അതല്ല യോഗ്യത. പാമ്പിനെ കൊല്ലാതെ പാമ്പിനെ പോറ്റുകയും ചെയ്യാ, പാമ്പ് കടിക്കാതെ ഒപ്പിക്കുകയും ചെയ്യാ, അതാണ് യോഗ്യത. പാമ്പ് ഇഷ്ടം കടിക്കത്തില്ല, അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കൂടെ ഉണ്ട്, പാമ്പിനെ നമ്മൾ കൊണ്ടിട്ടില്ല, അതാണ് യോഗ്യത. അവന് കൊല്ലാൻ കഴിയും. അതുപോലെ ഒരാൾ ദുനിയാവ് തീർത്തും കെട്ട് ഒഴിവാക്കുക, അതല്ല യോഗ്യത. ദുനിയാവ് ഉണ്ട്, പക്ഷേ അത് കടിക്കുന്നില്ല, കടിക്കാതെ ഈ പാമ്പിനെ പോറ്റാൻ കഴിയും, അതാണ് യോഗ്യത. ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തണം, ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗപ്പെടുത്തണം. അതിന് ആരിഫീകൾ പറഞ്ഞു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വഴി കണ്ടില്ലേ നീ? മൂസാ നബിയോട് അല്ലാഹു ചോദിച്ചു, അതെന്താ മൂസാ എന്റെ കയ്യിൽ? അതാ അസായ എന്റെ വടി. അതെന്തിനാ?
മൂസാനബി വെടിയിൽ പറഞ്ഞിട്ടില്ല, അതവക്ക ഞാൻ അതിന്റെ മേൽ ഊന്നി നിൽക്കും, ചാരി നിൽക്കും. അങ്ങനെയാണ് എന്റെ വടി, എന്റെ ചാരി നിൽക്കുന്ന ഈ വടിന്റെ മേല. പിന്നെയോ ഞാൻ എന്റെ ആട്ടിനും മറ്റൊക്കെ ഈ വടി കൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ അടിപ്പിട്ട് കൊടുക്കും. വലിയ അങ്ങനെ വേറെ ചില പരിപാടിയൊക്കെ ഉണ്ടെന്നുകൊണ്ട് പല ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞു മൂസാനബി. ഇതെടുത്തുകൊണ്ട് അരിജീകൾ പറയാ, ദുന്യാവിന് ഈ വടി പോലെ കണക്കാക്കുക. എന്നാ അതിന്റെ അവസാനം അറിയോ നീ? മൂസാനബിയോട് അള്ളാഹ് പറഞ്ഞു, എന്നാ പിന്നെ അതൊന്നും ഇട്ടാട്ട മൂസാൻ വെച്ചു അൽക്കി അതൊന്നിട്ടാ ഇട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര പാമ്പല്ലേ. ഇതുവരെ ഒരു വടിയായിട്ട് സംഗതി ഭയങ്കര പാമ്പാണ്. പാമ്പായപ്പോ അമ്മാവ് പറഞ്ഞു മൂസാനബിയോട്, പാമ്പാളെ മാറിക്കളണ്ട, പിടിച്ചൊന്ന് എടുത്തോന്ന് പറഞ്ഞു. ഇന്ന് എടുത്തോന്ന് പറഞ്ഞു. എടുത്തോക്കുമ്പോ വടി തന്നെയാണ്, എടുത്തോക്കുമ്പോ വടി തന്നെയാ. എന്റെ സംഗതി പാമ്പാണ്, നല്ല വടിയാണ്, നല്ല വടിയാണ്, നല്ല പാമ്പാണ്, നല്ല വടി പാമ്പാണ്, നല്ല വടിയാണ്. ഇതിന്റെ ഉദ്ദേശമോ അതവക്കവ് അറിയാ, പണില്ലാതെ നമുക്ക് നിലനിൽപ്പുണ്ടാവൂല. അതവക്കവ് അറിയാ, ഈ വടിയില്ലാതെ ഊരി വെക്കാൻ കഴിയില്ല. എന്റെ മുതലാളിമാര് ഊരി പറപ്പിച്ചാലും നമുക്ക് തീര് പറയാനും കഴിയില്ല, ഇസ്ലാം തീര് പറയാനും കഴിയില്ല. ഊരി പറപ്പിച്ചാലും മുതലാളിമാര് അള്ളാഹുവിന്റെ ദീന്റെ വിലയില്ലാത്ത മുതലാളിമാര്. അതുകൊണ്ട് എന്ത് വേണോ? വടി നമ്മളെ കയ്യിൽ പോകണം. അതവക്കവ് അറിയാ, അതിന്റെ മേലെ ഊരി നിൽക്കണം. അപ്പൊ വടി നമ്മളെടുത്തും വേണം, സമ്പത്ത് വേണം. അതവക്കവ് അറിയാ. അതെന്താ അതിന്റെ പരിപാടി? നമ്മളെ ആട്ടിന് ഇല അടിച്ചിട്ട് കൊടുക്കണില്ലേ? ഒരേലെ പെണ്ണുങ്ങൾക്ക് ചോറ് കൊടുക്കണേ, മക്കൾക്കും കൊടുക്കണോ, നമ്മളെ മുട്ടാലിനെയൊക്കെ ഭക്ഷണം കൊടുക്കണോ. അത് പണം കയ്യിലില്ലാതെ സംഗതി നടക്കൂല. മാത്രമല്ല വലിയ വേറെയും കുറെ ആവശ്യമുണ്ട്. മദ്രസക്ക് കൊടുക്കണം, തീർമാർക്ക് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, ഒരുപാട് പരിപാടിയില്ലേ. പണം കൊണ്ട് പണം തീരെ ഇല്ലാന്നല്ല സംഗതി നടക്കുമോ? അപ്പൊ സംഗതികളൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഈ വടി വേണം. ഈ വടിയൊക്കെ പറ്റി ഒരു വിശ്വാസം വേണം കേട്ടോ. ഇതങ്ങ് വീണാലാ തിരിയ വൈകാരിക ദിവസാനും മുടിയും. ഇത് പാമ്പാണ് കേട്ടോ. ഇത് കടിക്കുന്നത് വളരെ നന്നായി ശ്രദ്ധിക്കുകയും വേണം. ഇത് എപ്പോഴും വിഷമുള്ള ഒരു സാധനമാണ്. അതെങ്ങാനും കൊത്തിയാൽ ആകെ അപകടത്തിലായി പോവും. അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ തൊട്ട് കടത്തുകയും ചെയ്യരുത്. നിന്റെ മനസ്സിൽ ദുന്യാവ് കടത്താതെ കയ്യിൽ പിടിക്കുക. മനസ്സിൽ ദുന്യാവ് പിടിക്കാതെ കയ്യിൽ പിടിക്കുക. ചെറു തടുക്കുക, കയറ് നേടുക. ഇങ്ങനെയാണ് ഹരിതീങ്ങൾ ദുന്യാവിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അത് തന്നെയാണ് സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ദീർഘങ്ങളും പറഞ്ഞത്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുന്യാവി ഇല്ലാതിരിക്കുക എന്നല്ല, ദുന്യാവി ഇല്ലാതിരിക്കുക എന്നല്ല, ദുന്യാവിനെ മനസ്സിൽ സ്നേഹിക്കാതിരിക്കുക, ദുന്യാവിനെ മനസ്സിൽ പ്രേമിക്കാതിരിക്കുക. ദുന്യാവി ഇല്ലാതെ കാര്യം നടത്തിക്കൊണ്ടുപോകൽ പ്രയാസമാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അതിനെ പൂജിക്കാതെ, മനസ്സിന്റെ ഉള്ളിൽ അതിനെ പ്രിയം വെക്കാതെ നിന്റെ കയ്യിൽ പിടിക്കുക, പുറത്ത് സൂക്ഷിക്കുക. കൽബിന്റെ ഉള്ളിൽ സ്നേഹിക്കേണ്ട കാര്യങ്ങളെ സ്നേഹിക്കുക. ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സ് സംസ്കരിച്ചെടുക്കണമെങ്കിൽ തൗബയും ഖനാഅത്തും വേണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടായിരിക്കണം. അനാവശ്യമായ ചെലവുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ചുരുക്കി പറയട്ടെ. അങ്ങനെ ഖൽബിനെ വേണ്ടാത്ത വികാരങ്ങളിൽ നിന്നും ഹിർസ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ദുനിയാവിനോടുള്ള അലച്ചിയിൽ നിന്നും വേണ്ടാത്ത ആഗ്രഹങ്ങളിൽ നിന്നും ആകാശക്കോട്ടകളിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ച് ഇത്താഴുന്ന ദുനിയാവിൽ ജീവിച്ചു പോകണം. ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ ചെയ്യണം. ചെയ്യുന്ന സേവനങ്ങൾക്ക് യജമാനന്റെ പൊരുത്തം ലഭിക്കണം, റബ്ബനെ സ്വീകരിക്കണം. പോരാ, സദഖ ചെയ്യുന്ന സമയത്ത് പോലും ഹൃദയം പേടിച്ചുകൊണ്ടാണ് സദഖ കൊടുക്കാറുള്ളത്. ഔലിയാക്കൾ മഹാന്മാര് സദഖ ചെയ്യുമ്പോ അവരെ കൽബിൽ പേടിയാണ്. ഇതല്ല സ്വീകരിച്ചു കിട്ടുമോ? എന്റെ സദഖ സ്വീകരിച്ചു കിട്ടുമോ? പേടിച്ചുകൊണ്ടാണ് മഹാന്മാരെ സദഖ, ഹൃദയം പേടിച്ചുകൊണ്ടാണ് സദഖ, ഹൃദയം പേടിച്ചുകൊണ്ടാണ് സർവ്വ അമലും. കഅബ ശരീഫാകുന്ന ബിൽഡിങ്ങിന്റെ പണി, കഅബ ശരീഫാകുന്ന സ്ഥാപനത്തിന്റെ പണിയെടുക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തില്ലേ? പഠിച്ചവനെ കബൂൽ ചെയ്യണം, കബൂൽ ചെയ്യണമെന്ന ചിന്തയിൽ അവരെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആരോടും വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ പത്തങ്ങോട്ട് പറയലില്ല, ഇങ്ങോട്ട്
ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയലില്ല, ഇങ്ങോട്ട് തള്ളിപ്പറഞ്ഞാൽ അങ്ങോട്ട് തള്ളിപ്പറയലില്ല, ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തിയാൽ അങ്ങോട്ട് നിസ്സാരപ്പെടുത്തലില്ല, ഇങ്ങോട്ട് പ്രശ്നം സൃഷ്ടിച്ചാൽ അങ്ങോട്ട് പ്രശ്നം സൃഷ്ടിക്കാറില്ല. ഈ നിലക്ക് സഹോദരന്മാരെ ഇത് അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹവ്വിൻ അദീം. 50 കൊല്ലത്തേക്ക് കുറ്റ്യാടിയിൽ സുന്നിക്ക് മദ്രസയിലായി. പള്ളിയിൽ ഞാൻ ഓല സുന്നിച്ച് മദ്രസയിലേക്ക് തുടങ്ങികളൊക്കെ സഹായം കൊണ്ട് തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ചങ്ങാതി വന്ന് പ്രസംഗിക്കുന്നത് നമ്മളെ മദ്രസന്റെ കുറ്റം. ആരാ പ്രസംഗിക്കുന്നത്? മുജാഹിദിന്റെ മാറ്റമൊന്നുമല്ല, അള്ളാഹു അയാൾക്ക് നല്ല ചെയ്യാൻ തോന്നിക്കേണ്ടത് അങ്ങനത്തെ ഒരാൾ. അതും കഴിഞ്ഞ് നോക്കുമ്പോ പള്ളിന്റെ തൊട്ടടുത്ത് വേറൊരു ചുമ. എന്തിനും എനിക്കറിയില്ല. പള്ളിയിൽ ധാരാളം സ്ഥലമുണ്ട്, ഒരാളോട് കയറാൻ കയറാത്തില്ല, പള്ളിക്ക് മതിൽ കുടിക്കാൻ കിട്ടിയിട്ടില്ല, എല്ലാവരും ആയിക്കോട്ടെ. വേറൊരു മദ്രസ തൊട്ട്. എന്നിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ ഒരു ബാഗ് നമ്മളെ കോമ്പൗണ്ട് ചാടിക്കടന്നിട്ട് മതിൽ ചാടിക്കടന്നിട്ട് കുറെ ആൾ ബാഗെക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഒരാൾ നമ്മളെ കോമ്പൗണ്ട് ചാടിക്കടന്നിട്ട് ഒരുപാട് ആൾ ബാഗെക്കാൻ കുത്തിരിക്കുന്നുണ്ട്, അത് ബാറ്റ്മാൻ ആക്കിയിട്ട് അപ്പൊ തടയണമെന്ന് പറഞ്ഞു. നമ്മളെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഞാൻ ബാറ്റ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പുറത്തെ കക്ഷികൾ ബാഗ് പറയുമ്പോ നീ ഒരു കാര്യം ചെയ്യണം, ബാഗിന്റെ അരമണിക്കൂർ മുമ്പ് പോയിട്ട് നമ്മുടെ കോമ്പൗണ്ട് തുറന്നു വെക്കണം. എല്ലാവരും അവിടെ ഇരുന്നിട്ട് ബാഗ് കേൾക്കട്ടെ. ബാഗല്ലേ കേൾക്കുക, എല്ലാവരും ബാഗ് കേൾക്കട്ടെ. അവരെ ബാഗ് കഴിഞ്ഞാൽ പോയിട്ട് കോമ്പൗണ്ട് എല്ലാവരും ഇറങ്ങിയ ശേഷം പൂട്ടി കൊടുക്കണം. ബെഞ്ചുമെല്ലാം എല്ലാവരും ഇരുന്നോട്ടെ, ഒരു കരാറുണ്ടാകട്ടാറ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് എനിക്ക് എന്തോ നഷ്ടം വന്നു, നമ്മളെ സ്ഥാപനത്തിന് എന്തോ കേട്ട് വന്നു, വളരെ റാഹത്തായി. അപ്പൊ അവരിങ്ങോട്ട് സഹകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ബിൽഡിങ്ങിന്റെ പണിയെടുക്കുമ്പോൾ അവർ പറഞ്ഞ് കിണറ്റിലെ വെള്ളം ഇവിടെ നിർത്തോളി. അതാണ് നയം. ഇതിന് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാ. ഇത് കഠിന ശത്രുക്കൾ ഉത്തരവിത്തരങ്ങളായി മാറും. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ അതിന് കഴിയും. വലിയ ഭാഗ്യമുള്ളവർക്ക് അതിന് കഴിയൂ. ഇങ്ങോട്ട് തെറ്റിയുമ്പോ അങ്ങോട്ട് നന്മയില്ല, ഇങ്ങോട്ട് തെറ്റിയുമ്പോ അങ്ങോട്ട് നന്മയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു പോലീസുകാരെ വന്നിട്ട് അടിമയാണോ നീ? ഇബ്രാഹിം അതെ, അള്ളാന്റെ അടുത്തല്ലേ. കൂടുതൽ ആളെവിടെയുള്ളത് മൂപ്പര് ഖബർസ്ഥാനി കൂട്ടി കാണിച്ചു. ഒരുപാട് ആളില്ലേ ഖബർസ്ഥാനിൽ. പോലീസുകാരൻ ചെന്നപ്പോൾ ആരുമില്ല. പോലീസുകാരന് വെറുപ്പിടിച്ച് കൊണ്ട് തടി. ഇബ്രാഹിം നബിനെ അടിച്ചു. കുറെ അടിച്ചപ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ആരെയാ അടിക്കുന്നതെന്നറിയോ? ഇബ്രാഹിമിന് അദ്ദേഹമാണ്. പോലീസുകാരൻ കുതിരപ്പുറത്ത് ഇറങ്ങി വന്ന് കാല് പിടിച്ചു. മാപ്പികളോ പറയുന്നത് ഇബ്രാഹിമിനതും ബേജാറാണ്ട മോനെ, നീ ഓരോ അടിയും പഠിക്കുമ്പോ ഞാൻ അള്ളാനോട് ധാരിക്കുന്നുണ്ട്, നിനക്കല്ല സ്വർഗം തരാൻ വേണ്ടി ധാരിക്കുന്നുണ്ട്. അതിനാ വേർത്തത്. നീ അടിച്ച വകയിൽ എനിക്ക് എത്രയാ പ്രതിഫലം അമ്മ തരുന്നത്, അപ്പൊ കുറച്ച് എനിക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. നീ അടിച്ച വകയിൽ ഒരുപാട് പ്രതിഫലം അമ്മ എനിക്ക് തരുമ്പോ കുറച്ച് പ്രതിഫലം നിനക്കും കിട്ടട്ടെ എന്ന് മനസ്സിലാക്കി ഞാൻ അമ്മാനോട് നിനക്ക് ഹൈറിന് വേണ്ടി ധാരിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കട്ടാ എന്ന് പറഞ്ഞു ഇബ്രാഹിം. അതാണ് ആത്മസംസ്കരണം നടന്ന മഹാന്മാർ. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തൊപ്പി കട്ടവന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് വിവരം പറയാൻ പിന്നാലെ ഓടിയില്ലേ? സഹോദരന്മാരെ, അവനത് ഹലാലായി കിട്ടാനല്ലേ. പക്ഷേ ദീനിന്റെ ഒരു കാര്യമിങ്ങ് വന്നാൽ അവര് വല്ലാത്ത ഗൗരവക്കാറ് തന്നെ, വല്ലാത്ത ഗൗരവം തന്നെ. കണ്ടില്ലേ, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ രാജാവ് വരുന്നു. വന്നിട്ട് പറയുന്നു, ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട കുറെ കിതാബുകളുണ്ട്, ഇതൊക്കെ ഒന്ന് സ്ഥലം മാറ്റണം. ഇവിടെ ഇതൊക്കെ ഒന്ന് സ്ഥലം മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അനധികൃതമായി ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് മാറ്റി വെക്കണമെന്ന് രാഷ്ട്രത്തലവനുള്ള ഭരണാധികാരി വന്ന് പറയുമ്പോ ഇമാം നബവി മുഴുവൻ കേട്ടിട്ട് പറയുന്നു, എടാ അനുവദിക്കില്ല,
ഇവിടെ വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാറ്റിവെക്കാൻ അനുവദിക്കില്ല. രാജാവിന്റെ മുഖത്ത് നോക്കിയുണ്ടോ? ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു? സാധു മുസ്ലിയാരല്ലേ ഇത് പറയുന്നത്? ഇമാം നവവി റഹിമഹുള്ളയല്ലേ പറയുന്നത്? രാജാവിന് തോന്നി ഇമാം നവവിയെ ഇപ്പൊ തന്നെ ശരിയാക്കണമെന്ന് തോന്നി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പിടിക്കാൻ വേണ്ടി രാജാവ് കാലങ്ങെടുത്തു വെക്കുമ്പോ ഇമാം നവവി തങ്ങളെ സമീപത്തു നിന്നതാ ഒരു പടുകൂറ്റൻ സിംഹം ഒരൊറ്റ ചാട്ടം ചാടാൻ വേണ്ടി നവവി ഇമാം തങ്ങളെ അടുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. രാജാവ് സിംഹത്തെ കണ്ടപ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം തന്നെ. എന്നിട്ട് പറയുന്നു, മാനേജറെ വിളിച്ചിട്ട്, മദ്രസന്റെ മാനേജറെ വിളിച്ച് പറയുന്നത്, ആ മുസ്ലിയാർക്ക് ഇനി ഭക്ഷണം കൊടുക്കരുത്, ചെലവ് മുടക്കണം. ആ മുസ്ലിയാർക്ക് ഇനി ശമ്പളം കൊടുക്കരുത്. അപ്പോഴും മാനേജർ പറയുന്നത്, ഏത് മുസ്ലിയാര്? നോക്കുമ്പോ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മാനേജർ പറയുന്നു, രാജാവേ, കാലം കുറെ ദർസ് ഇവിടെ നടത്തുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒരു നയാകാശ് ശമ്പളം വെച്ചിട്ടില്ല. ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പകല് സമയത്ത് നോമ്പെടുക്കുന്ന പണ്ഡിതനാണ്, രാത്രി ഉറക്കമൊഴിക്കുന്ന പണ്ഡിതനാണ്. ബാപ്പ മഗ്‌രിബിന്റെ സമയത്ത് കൊണ്ട് കൊടുക്കുന്ന കാരക്ക തിന്ന് നോമ്പ് മുറിക്കും. പാതിരാ സമയത്ത് കാരക്ക കഴിച്ച് ബാപ്പ കൊണ്ട് കൊടുക്കുന്ന കാരക്ക കൊണ്ട് അത്താഴം കഴിക്കും. ആ പണ്ഡിതൻ ഇന്ന് വരെ നമ്മുടെ സ്ഥാപനത്തിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു നയാകാശ് പ്രതിഫലം വാങ്ങിയിട്ടില്ല. ആ പണ്ഡിതനെ ഞാനൊന്ന് അതാ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാൻ ഒരുങ്ങിയപ്പോ മുന്നിൽ കണ്ട സിംഹത്തിന്റെ കാരണം അത് തന്നെയല്ലേ. രാജാവ് ഇമാം നവവി തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിപ്പോയി. ആ ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാരെ തള്ളിപ്പറയുന്ന പുത്തൻവാദികളും അവരുടെ വഴികൾ കൈയൊഴിച്ചു പോകുന്ന കള്ളത്തരീക്കത്തുകാരും അവരെ കിതാബുകളിൽ പറഞ്ഞത് തള്ളിപ്പറയുന്ന പുത്തൻവാദികളുമൊക്കെ സമൂഹത്തെ നയിക്കുന്നത് എവിടേക്കാണ് സഹോദരന്മാരെ? അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു. ഇമാം ഗസാലി റഹിമഹുള്ള അവിടുത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വലിയ ദിക്ർ ഹൽഖ നടക്കുന്നു. ദിക്ർ ഹൽഖ വലിയ ബഹുമാനമുള്ളതാണ്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ എത്രയോ ഹദീസിൽ അതിന്റെ തെളിവുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ദിക്ർ ഹൽഖ നടക്കുമ്പോൾ ഇബ്ലീസിന് തോന്നി ഇവരൊന്ന് സേവിക്കണം, ഹൽക്കയിൽ പങ്കെടുക്കുന്നവരൊന്ന് സേവിക്കണം. ഇബ്ലീസ് പോയിട്ട് കുറെ അവർക്ക് കളിച്ചു. ഒരൊറ്റ കുട്ടി ഹൽക്കന്ന് പുറത്തു പോയില്ല, ഇബ്ലീസ് തോറ്റി. അപ്പൊ ഇബ്ലീസിന് തോന്നി ഇവരെ നേരിൽ പ്രവർത്തിക്കാൻ കഴിയൂല, ഇനി എന്താ പണി? ഇബ്ലീസ് നോക്കുമ്പോ അപ്പുറത്തുനിന്ന് കുറെ ആൾക്കാർ കുറെ തമ്മാടിയും ചുറ്റിരിക്കുകയും വേണ്ടാത്ത ചെയ്യുകയൊക്കെ ചെയ്തു. ഇബ്ലീസ് നല്ല അവിടെ പോയി ഈ തെമ്മാടിത്തം ചെയ്യുന്ന ആളുകളെടുത്ത് പോയിട്ട് അവരങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കേറ്റുണ്ടാക്കി അവസാനം തല്ലായി. ഈ തെമ്മാടികൾ തമ്മിൽ ചോറം തല്ലു തുടങ്ങിയപ്പോ വിഗ്രഹത്തെ പങ്കെടുക്കുന്ന ആളുകൾ ശബ്ദം കേട്ടപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അപ്പുറത്ത് ഭയങ്കര നല്ല തല്ലു കണ്ടപ്പോ നമ്മൾ ഇനി തിരിച്ചും ചെയ്തിരുന്നാൽ പറ്റുമോ? അവരെ പോയി സമാധാനിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വിഗ്രഹത്തെ പങ്കെടുത്ത ആളുകൾ ഓടിപ്പോയിട്ട് അവരെ കുറിച്ച് തല്ലുണ്ടാക്കുന്ന തെമ്മാടികൾ കുറിച്ച് ഇബ്ലീസ് പറഞ്ഞു, എന്റെ മുറാദ് ഹാസിലായി, മൂപ്പര മുറാദ് ഈ ഹൽക്ക പൊട്ടിക്കണ. അത് പക്ഷേ ഹാസിലാക്കിയത് ഇവര് മുഖേനയാ. എന്റെ സഹോദരന്മാരെ, ആ ശൈത്താനിന്റെ കനിവലകളിൽ പെട്ടുപോകരുത്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, മഖ്ബറകളിൽ തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ നിങ്ങളെ സൗന്ദര്യം കാണാൻ ഇരിക്കുകയല്ല ഖബറിൽ കിടക്കുന്ന ഔലിയാക്കളും. എന്ത് തോന്നിവാസത്തിന് വേണ്ടിയാണ് തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ ഔലിയാക്കളെ മഖ്ബറകളിലേക്ക് ഈ യുവതികളായ സ്ത്രീകൾ കടന്നു വരുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട്, അത് ദിക്റിനായിരുന്നാലും ശരി, വാവിനായിരുന്നാലും ശരി, ഉറൂസിനായിരുന്നാലും ശരി, നേർച്ചക്കായിരുന്നാലും ശരി, ഏത് വിഷയത്തിനാണെങ്കിലും ശരി, സ്ത്രീകൾ പുരുഷന്മാരുമായി ഇടകലരുന്ന സർവ്വപരിപാടികളും ഹറാമ് തന്നെ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ വീട്ടിലിരുന്ന് ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചൊല്ലുക. ദിക്റ് ചൊല്ലാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല.
സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല, നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല, അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഇൽമു പഠിക്കാൻ പോകുന്നതിൽ വിരോധമില്ല. പക്ഷേ ശരീരം മുഴുക്ക മറച്ചുകൊണ്ടായിരിക്കണം. അന്യപുരുഷന്മാരുടെ കൂടെയാകരുത്, കാണാനും തൊടാനും പറ്റുന്ന പുരുഷന്മാരുടെ കൂടെയാകണം. അല്ലെങ്കിൽ കൽക്കുറ്റ സ്ത്രീകളോടുകൂടെ നിർഭയമായ സാഹചര്യത്തിലായിരിക്കണം. അതുപോലെ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, അറിയപ്പെട്ട പ്രസിദ്ധമായ ഔലിയാക്കളെ മഖ്ബറ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഹറാമും വന്നു പോകാത്ത നിലക്കാണെങ്കിലല്ലാതെ ഒരന്യപുരുഷൻ കാണുന്ന വിധത്തിലായാൽ പോലും സിയാറത്തിന് വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല. സിയാറത്ത് സുന്നത്താണെങ്കിലും അന്യപുരുഷന്മാരുമായി ഇടകലരുന്ന വിധത്തിലും കാണുന്ന വിധത്തിലുമായി സ്ത്രീകൾക്ക് സിയാറത്തും പാടുള്ളതല്ല. പണ്ഡിതന്മാരെ കാര്യങ്ങളൊക്കെ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വന്തം കാര്യം മറന്നു പോകാതെ, ആഖിറത്തിന്റെ ചിന്ത കൈവടിയാതെ റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മനസ്സ് സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനേറ്റവും വലിയ മരുന്നാണ് ഖുർആൻ നോട്ട് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സജ്ജനങ്ങളുടെ കൂടെ കൂടി നടക്കുക. لأنهم في وجوه الأرض أقمار مولكني في ذا مسال مختلطا بماء نهر فزالت منه أقدار. അഴുക്കുകാലിലൂടെ ഒലിച്ചു പോകുന്ന മലിനജലം അതേ ശുദ്ധവെള്ളം ഒലിക്കുന്ന പുഴയിലൂടെ ഒലിക്കാൻ തുടങ്ങിയാൽ മലിനജലം ശുദ്ധജലമായി മാറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നല്ല മനുഷ്യന്മാരെ കൂടെ നമ്മൾ ജീവിക്കാൻ ഒരുങ്ങുമ്പോ ചീത്തയായ പ്രവർത്തനങ്ങളുള്ള മനുഷ്യരും നന്നായി തീരുന്നു. നല്ലവരുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുക, ചീത്തയായ കൂട്ടുകാരെ വലിച്ചെറിയുക, ചീത്തയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന മാസികകൾ വലിച്ചെറിയുക. എന്റെ ഉമ്മമാരെ, സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന, നിങ്ങളെ സിനിമയിലേക്ക് ക്ഷണിക്കുന്ന, സിനിമക്ക് പ്രചോദനം നൽകുന്ന സിനിമാ നടന്മാരെ ചിത്രം അടിക്കടി കൊടുത്തിട്ട് സിനിമാ നടന്മാരെ പ്രകാശനം നടത്തുന്ന വനിതകൾക്കുള്ള മാസികകളുണ്ടല്ലോ, വലിച്ചെറിയൂ ഈമാനുള്ള ഉമ്മമാരെ. നല്ലതിനു വേണ്ടി നിങ്ങളെ സമയം ചെലവഴിക്കൂ. പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ ശ്രമിക്കൂ. തസ്ബീഹും ദിക്റും വർദ്ധിപ്പിക്കൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. മുഅ്മിനീങ്ങളെ, നിങ്ങളെ അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതെ നിങ്ങളെ അലിമീങ്ങളെ ആദരിക്കുന്നവരാവൂ, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നവരാവൂ, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നവരാകൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാർ അവർ നമ്മുടെ പാർട്ടിയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും തന്നന്മാരെ ആദരിക്കൂ, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കൂ. അല്ലാഹു ബഹുമാനിച്ചതിനെ മുഴുവനും ബഹുമാനിക്കുകയും അവൻ സ്നേഹിച്ചതിനെ മുഴുവനും സ്നേഹിക്കുകയും അവന്റെ സാലിഹീങ്ങളെ വഴിയിൽ കടന്ന് ജീവിക്കുകയും ചെയ്യാൻ വേണ്ടി സന്നദ്ധരാവുക. ആ നിലക്കുള്ള ജീവിത രംഗത്ത് മുന്നോട്ട് പോയാൽ ആഖിറത്തിൽ വലിയ കറാമത്ത് വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അഡ്വാൻസായും ചിലപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ തന്നു എന്ന് വരാം. പക്ഷേ ദുനിയാവിൽ കറാമത്ത് കാണാൻ വേണ്ടിയല്ല ഇബാദത്ത് നടത്തേണ്ടത്. ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി, ആഖിറത്തിൽ ഖബർ കിട്ടാൻ വേണ്ടി, ആഖിറത്തിൽ സലാമത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ആ ചിന്തയിലാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് മുഴുവനും ജീവിച്ചു വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖാദിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ മേലെയുള്ള ആള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ. ഒരൊറ്റ സുബഹിന്റെ ജമാഅത്ത് കൈയൊഴിക്കാതെ ഭരണാധികാരിയാണെങ്കിലും പള്ളിയിലെത്തുന്നുണ്ടല്ലോ. ഇന്ന് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെത്ര നോട്ടീസിൽ പ്രസിഡന്റ് എന്ന് തിരച്ചടിക്കാറുള്ള
പ്രസിഡന്റ്. അതേ, നമ്മുടെ പേപ്പറുകളിൽ പേര് വരാറുള്ള പ്രസിഡന്റ് അധ്യക്ഷം വഹിച്ചത് മൂപ്പരാളെന്ന് പത്രത്തിൽ കണ്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ രാജിവെക്കുന്ന പ്രസിഡന്റ്. സെക്രട്ടറിയുടെ ബഹുമാനം നന്ദി പറയുന്ന വിട്ടുപോയാൽ അടുത്ത യോഗത്തിൽ സമർപ്പിക്കുന്ന ഹർജി സമർപ്പിക്കുന്ന സെക്രട്ടറി. അതല്ലേ ഇന്നത്തെ ദീനീ പ്രവർത്തനത്തിന്റെ ശൈലി. എന്തിനധികം പറയണം, വഅലിൽ വന്ന മുസ്ലിയാർക്ക് നന്ദി പറയുമ്പോ ഒരുപാട് യാതനകൾ സഹിച്ചു എന്ന് പറയാൻ വിട്ടുപോയാൽ അടുത്ത കൊല്ലം ഡയറിയിൽ സമയം കാണുകയില്ല. ആ നിലയ്ക്ക് സർവ്വരംഗത്തും സർവകക്ഷികളും മതപ്പതിച്ചു പോയൊരു കാലമല്ലേ എന്റെ സഹോദരന്മാരെ. ഖത്താബ് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഒരൊറ്റ ജമാഅത്ത് സുബഹിന്റെത് കൈയൊഴിച്ചില്ല, ഒരു ദിവസം തഹജ്ജുദ് കൈയൊഴിച്ചില്ല. പാതിരാ സമയത്ത് പാവപ്പെട്ടവരുണ്ടോ എന്റെ നാട്ടിൽ നിന്ന് പരിശോധിക്കാനുള്ള കറക്കത്തിൽ പാവപ്പെട്ട ചെറ്റപ്പുരയിൽ നിന്ന് കരയുന്ന കുട്ടികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ആ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൊടികൾ അല്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അത് ചാക്കിലാക്കി നിറച്ചിട്ട് തലയിലേറ്റിയിട്ട് പാതിരാ സമയത്ത് ആ പാവപ്പെട്ട കുട്ടികളുടെ ചെറ്റപ്പുറയിലേക്ക് കൊണ്ടുപോയി അത് ഇറക്കി വെച്ചിട്ട് കല്ല് വെച്ച് അതാ അടുപ്പ് കൂട്ടിയിട്ട് തീയൂരി കത്തിച്ച് ചെറിയ മക്കൾക്ക് പത്തിരിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഊരുന്ന സമയത്ത് ഭരണാധികാരിയാണ്, സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ച് പറഞ്ഞ ആളാണ്. വലിയ മഹാനും പണ്ഡിതനും വലിയുമായി നൂറുകണക്കിന് കറാമത്തുകൾ പ്രകടമായ വ്യക്തിയുമാണ്. ഖത്താബ് തീയൂരി കത്തിക്കുമ്പോൾ ഖത്താബിന്റെ നീണ്ട സാരിയുടെ ഉള്ളിലൂടെ പുക പൊങ്ങുന്നു. സാധുക്കളെ ഖിദ്മത്തിലാണ് ഖത്താബ്. അനാഥ കുട്ടികളുടെ അഗതികളായ മക്കൾക്ക് പത്തിരി ചുട്ടു കൊടുക്കുന്ന സമയത്ത് തീയൂരി കത്തിക്കുകയാണ് ഖത്താബ്. തുല്യതയില്ലാത്ത സേവനം സാധുക്കൾക്ക് ചെയ്യുന്ന സമയത്ത് ഖത്താബ് തങ്ങൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരയുന്നു. കരയുന്ന സമയത്ത് എന്തിന് കരയുന്നു? റബ്ബിന്റെ നരകമാകുന്ന അഗ്നിയെ പേടിച്ചതിന്റെ പേരിൽ ആഖിറത്തിൽ ഒരു നരകത്തിന്റെ സമീപത്തെത്തുമോ അതിന്റെ മേലെ കൂടി കടന്നു പോകുന്നവർ പെട്ടെന്നങ്ങ് കടന്നു പോകുമോ? ആ കാര്യം ചിന്തിച്ച് ഖത്താബ് തങ്ങൾ ഈ മഹത്തായ സേവനം പാതിരക്ക് ചെയ്യുമ്പോഴും കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തരീഖത്തിൽ കൂടി പോയി, ഞാൻ ശൈഖിന്റെ കൈപിടിച്ചു പോയി, ഞാൻ സംഘടനയുടെ സെക്രട്ടറിയായി പോയി, ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റായി പോയി. ഞാനെന്തിന് പേടിക്കാമെന്ന് ചിന്തിക്കുന്ന കൽബല്ലേ എനിക്കും നിങ്ങൾക്കുമുള്ളത്. കൽബ് റബ്ബിലേക്ക് അടുപ്പിച്ച് ഭയപ്പെട്ട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുക സഹോദരന്മാരെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മെ അവരുടെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യതയെങ്കിലും കൈവരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഞാനെന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ മുഅ്മിനീങ്ങളെ എഴുന്നേൽക്കണം. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തിൽ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആ മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.